അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വബഅദ്. മനുഷ്യർ ആളുകളോട് ഇടപെട്ടുകൊണ്ട് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയുടെ സാമൂഹിക ജീവിതം ഏറ്റവും മെച്ചപ്പെട്ടതായിരിക്കണം, ആരോഗ്യപൂർണ്ണമായിരിക്കണം എന്നത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടാണ്. ആളുകളോട് ഏറ്റവും നന്നായി ഇടപെടാൻ പഠിപ്പിക്കുകയും എന്നിട്ട് അതിൻ്റെ മാതൃക കാണിക്കുകയും ചെയ്തിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചക ജീവിതത്തെക്കുറിച്ച് അള്ളാഹു നമ്മളോട് പറഞ്ഞല്ലോ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. അള്ളാഹുവിലും പരലോകത്തിലും പ്രതീക്ഷയർപ്പിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ എല്ലാ കാര്യങ്ങളിലും ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പഠിപ്പിക്കുകയുണ്ടായി. അങ്ങനെ സാമൂഹ്യ ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്ന മാതൃകകളെ നമ്മൾ പിൻപറ്റണം. ആളുകളോട് അവരുടെ സ്ഥാനവും നിലവാരവും അനുസരിച്ച് അവരോട് ഇടപെടണം. ആദരിക്കേണ്ടവരെ ആദരിക്കണം, അതുപോലെ തന്നെ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം. ആളുകളോട് അവരുടെ സ്ഥാനത്തിനനുസരിച്ചുകൊണ്ട് ഇടപെടണം എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ വയോധികനായ പിതാവ് അബൂ ഖുഹാഫയെയും കൊണ്ട് പ്രവാചകൻ്റെ അരികിൽ ഇസ്ലാം സ്വീകരിപ്പിക്കാനായി കൊണ്ടുവരുന്നു. താങ്ങിപ്പിടിച്ച പ്രവാചകന്റെ അരികിലേക്ക് അദ്ദേഹത്തിൻ്റെ ഉപ്പയെ കൊണ്ടുവന്നപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, താങ്കളുടെ ഈ പ്രായം ചെന്ന ഉപ്പയെ വീട്ടിൽ തന്നെ നിർത്തിയിരുന്നെങ്കിൽ എന്നെ വിളിച്ചാൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് മറുപടി കൊടുത്തത്, താങ്കൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വരുന്നതിനേക്കാൾ എത്രയോ അവകാശപ്പെട്ടതാണ് അദ്ദേഹം എൻ്റെ ഉപ്പ താങ്കളുടെ അരികിലേക്ക് വരിക, താങ്കളുടെ സ്ഥാനം അത്രയും പ്രധാനപ്പെട്ടതാണ് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അഥവാ പ്രായമായവരെ ബഹുമാനിക്കേണ്ടവരെ ആദരിക്കേണ്ടവരെ അവിടേക്ക് ചെന്ന് കണ്ട് ബഹുമാനം പുലർത്തണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. അർഹിക്കുന്ന ആളുകൾക്ക് മുന്നിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിനയം കാണിച്ചാൽ അവർക്കൊന്നും തന്നെ കുറഞ്ഞു പോവില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. വമാ തവാളഅ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാഹ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ വജുഹ് ഉദ്ദേശിച്ച് ആരുടെയെങ്കിലും ഒക്കെ വിധേയത്വം ആരെങ്കിലും കാണിച്ചാൽ അതുകൊണ്ട് ദുനിയാവിൽ നിന്ന് അവനൊന്നും നഷ്ടമാകില്ല. അള്ളാഹു അവൻ്റെ ദറജ ഉയർത്തിക്കൊടുക്കുകയല്ലാതെ ഒന്നും അവന് നഷ്ടപ്പെടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അർഹിക്കുന്നവർക്ക് അർഹിക്കുന്നതായ പരിഗണന നൽകണം. സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് അതുകൊണ്ട് ആ സ്ഥാനത്തിന് കൊടുക്കേണ്ട ബഹുമാനം, ആ സ്ഥാനത്തിന് കൊടുക്കേണ്ട ആദരവ്, അതല്ലെങ്കിൽ ആ സ്ഥാനത്തോട് കാണിക്കേണ്ട വില നമ്മൾ കാണിക്കണം എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ആ ആളുകളോട് ഇടപഴകുമ്പോൾ എന്താണ് നമുക്ക് റിസൾട്ടായിട്ടുണ്ടാകേണ്ടത്, അതിനനുസരിച്ചാണ് പെരുമാറേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ക്രൂരനും സ്വേച്ഛാധിപതിയുമായ ഫിറഔനിൻ്റെ അരികിലേക്ക് മൂസാ നബിയെയും ഹാറൂൻ നബിയെയും പറഞ്ഞയക്കുമ്പോൾ അള്ളാഹു അവരെ ഓർമ്മപ്പെടുത്തിയത്, ഇദ്ഹബ ഇലാ ഫിർഔന ഇന്നഹു ത്വഗ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന ലഅല്ലഹു യതദക്കറു ഔ യഖ്ശ. ലോകത്തേറ്റവും വലിയ അഹങ്കാരത്തിൻ്റെ വർത്തമാനം പറഞ്ഞ ഫിറഔനിൻ്റെ അരികിലേക്ക് പോകുമ്പോൾ, അല്ലയോ മൂസ, അല്ലയോ ഹാറൂൻ, നിങ്ങൾ ഏറ്റവും ലോലമായി അവരോട് സംസാരിക്കുക. കാരണം അവൻ ആ ഭാഷ കൊണ്ട് അവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കുഫറും അവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന അഹങ്കാരത്തെക്കുറിച്ചും ചിന്തിക്കാൻ അവസരം വന്നേക്കാമെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ജനങ്ങളുടെ നിലവാരമനുസരിച്ചാണ് അവരോട് സംസാരിക്കേണ്ടത് എന്ന് പ്രവാചകൻ പിന്നെയും പഠിപ്പിക്കുന്ന ഒട്ടേറെ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്ഹിന് ശേഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്, മഹാനായ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കഅബ പടുത്തുയർത്തിയതുപോലെ കഅബ പടുത്തുയർത്തി അതിനെ പുനർനിർമ്മിക്കണമെന്ന് പ്രവാചകനേറെ ആഗ്രഹിച്ചിട്ടുണ്ട്. അഥവാ ഇന്ന് കാണുന്ന ഹിജ്ർ ഇസ്മായിൽ എന്ന പേരിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഭാഗവും കൂടെ കഅബയുടെ ഭാഗമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അത് പിന്നീട് പല കാരണങ്ങളാൽ അത് പുനർനിർമ്മിക്കുമ്പോൾ ആ ഭാഗം പുറത്തു വരികയും കഅബയുടെ ഭിത്തികൾ ചുരുക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ആയിഷ ലൗലാ ഖൗമുകി ഹദീസുൻ അഹ്ദുഹും ബികുഫ്രിൻ ലനഖൽതുൽ കഅബത ഫജഅൽതു ലഹാ ബാബൈനി ബാബുൻ യദ്ഖുലുൻ നാസ് വബാബുൻ യഖ്റുജൂൻ. അല്ലയോ ആയിഷ, നിന്റെ സമൂഹം ഇസ്ലാമിലേക്ക് വന്ന് കുറേ ആയിരുന്നെങ്കിൽ, അവർ പുതുമക്കാരല്ലായിരുന്നുവെങ്കിൽ, എൻ്റെ സാഹചര്യത്തെ മനസ്സിലാക്കാൻ അവർക്ക് പറ്റുമായിരുന്നുവെങ്കിൽ കഅബയെ ഞാൻ പൊളിച്ച് അതിനെ വീണ്ടും നിർമ്മിക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് നടത്താതിരുന്നതിൻ്റെ പിന്നിലെ യുക്തിയെക്കുറിച്ച് ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ബുഖാരി ആ ഹദീസിന് തലക്കെട്ട് കൊടുക്കുമ്പോൾ പറഞ്ഞു, ബാബു മൻ തറക ബഅദൽ ഇഖ്തിയാർ മഖാഫത അൻ യഖ്സുറ ഫഹ്മു ബഅദിൻ നാസ് അൻഹു ഫയഖഉ ഫി അശദ്ദ മിൻഹു. ചില കാര്യങ്ങൾ മനസ്സിലാകാതെ വരികയും കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിൽ അവരകപ്പെടുമെന്നും ഭയപ്പെട്ടാൽ ചില നന്മകൾ അത് ഉപേക്ഷിക്കുന്നത് സംബന്ധിച്ച അധ്യായമെന്നാണ് അദ്ദേഹം അതിന് കൊടുത്ത തലക്കെട്ട്. അഥവാ എല്ലാ നന്മകളും എല്ലാവരോടും പറയേണ്ടതുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് വരുമെങ്കിൽ ആ സമൂഹത്തിൻ്റെ അവസ്ഥയെ മനസ്സിലാക്കി അത് പറയാതിരിക്കാൻ നമ്മൾ പഠിക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. ഈ അർത്ഥത്തിൽ മരണ വീട്ടിലും കല്യാണ വീട്ടിലും നമ്മുടെ ഒരേ സ്വഭാവമാകാൻ പാടില്ല എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. രോഗികളോടും അവരെ സന്ദർശിക്കുമ്പോഴും ഉണ്ടാകേണ്ട മര്യാദയെക്കുറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്.
മരണ വീട്ടിലോ രോഗിയുടെ അടുത്തോ നമ്മളായിരിക്കുമ്പോൾ ഇദാ ഹളർതുമുൽ മരീള അവിൽ മയ്യിത ഫഖൂലു ഖൈറൻ ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ. നിങ്ങൾ രോഗിയുടെ അല്ലെങ്കിൽ മയ്യിത്തിനെ സന്ദർശിക്കുന്ന വേളകളിൽ നിങ്ങൾ നല്ലത് മാത്രം പറയുക, കാരണം മലക്കുകൾ നിങ്ങളുടെ വർത്തമാനങ്ങൾക്ക് ആമീൻ പറയുന്നുണ്ടാകും എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ആ അർത്ഥത്തിൽ സാമൂഹ്യമായ ഇടപെടലുകളിൽ നല്ല സൂക്ഷ്മതയും ഏറ്റവും നല്ല ആരോഗ്യപരമായ അവസ്ഥയും ഉണ്ടാക്കി തീർക്കാൻ വേണ്ട രൂപത്തിലുള്ള നിർദ്ദേശങ്ങളും അതിന് പ്രായോഗിക അധ്യാപനങ്ങളും പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ട് മികച്ച സാമൂഹിക ജീവിതം നയിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.